ഈ കരടി എവിടുന്നാ കൊണ്ടുവന്നേ? കാട്ടീന്ന് മോളെ. പറ മമ്മി, എവിടുന്നാ പിടിച്ചത്? കാട്ടില് കരടി മാത്രമല്ല, ഒരുപാട് മൃഗങ്ങളുണ്ട്. അവയൊന്നും ആരെയും പേടിക്കാതെ ഓടിച്ചാടി നടക്കുമ്പോ അവര് നടന്നു വരുന്ന വഴിയില് നമ്മൾ ഒരു കെണി ഒരുക്കിയിട്ടുണ്ടാവും. ആ കെണിയിൽ ഒരുത്തം വീഴും. നമ്മൾ അതിനെ തൂക്കിയെടുത്തിങ്ങി കൊണ്ടുപോരും. ഈ കരടിക്ക് മമ്മിയും ഡാഡിയും ഇല്ലേ? എല്ലാ മൃഗങ്ങൾക്കും ഉണ്ട് മമ്മിയും ഡാഡിയും ഒക്കെ. അവര് കരടിയെ കാണാതെ സങ്കടപ്പെടൂലേ? ഈ കരടിക്കും കാണും സങ്കടം. പാവം കരടി. നമ്മൾ എന്തിനാ ഇതിനെ പിടിച്ചോണ്ട് വന്നേ? നമുക്ക് വേറെ ഒത്തിരി ജന്തുക്കളുണ്ടല്ലോ. നമ്മൾ ഈ കരടി അഭ്യാസങ്ങൾ പഠിപ്പിച്ച് സർക്കസ് കാണിപ്പിക്കും. അത് കാണാൻ ആളുകൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറും. ആ കാശോണ്ടല്ലേ മോളെ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇനി കരടി ഒരിക്കലും അതിന്റെ വീട്ടിലേക്ക് വിടില്ലേ? വിട്ടാൽ എങ്ങനെ നമ്മൾ ജീവിക്കുന്നേ? പാവം. പാവം, അത് കരയുന്ന കണ്ടില്ലേ? നമുക്കിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഡാഡി കേക്കണ്ട, വാ പോവാം. തുറന്നു വിട്ടാലും നീ കാട്ടിലേക്ക് പൊക്കോളോ. തിരിച്ചു പോകാൻ നിനക്ക് വഴി അറിയുമോ? ചിനി വേഗം തുറക്ക്. എന്തൊക്കെയുണ്ട് ചാണ്ടി? നല്ല വിശേഷം. പൂർണ്ണ? അതെ, ഞാൻ ഇതുവരെ വലിച്ചു തള്ളിയ ഫോറിൻ ഷെയറിന്റെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പക്ഷെ അതിനൊന്നും ഈ തെറുപ്പ് പിടിയുടെ ടേസ്റ്റ് ഇല്ല. എന്താ എല്ലാരും പകച്ചു നോക്കുന്നത്? ഞാൻ നിങ്ങളുടെ പഴയ തലയെക്കെട്ട് രായപ്പം തന്നെ. ദുബായിൽ പോയി ഒരു വലിയ കോടീശ്വരനായെന്ന് കരുതി പഴയതൊന്നും മറക്കുന്നവനല്ല ഞാൻ. ഇപ്പൊ തന്നെ ഫ്ലൈറ്റിൽ വരുമ്പോ ഒരു സംഭവം ഉണ്ടായി. എന്റെ അടുത്തിരുന്ന ഒരു കൊച്ചുകുട്ടി രാജുമോൻ, അവൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ അച്ഛൻ ആരാണെന്ന്. ഞാൻ പറഞ്ഞു വയൽ നികത്തിയ പുത്തൻ വീട്ടിൽ അച്ഛന്റെ മകൻ രാഘവനാണ് എന്റെ അച്ഛൻ. യെസ്, ഐ ആം എ രാജപ്പൻ, ആൻ ഓർഡിനറി രാജപ്പൻ വിത്ത് റൈബ് ആൻഡ് കൂളിംഗ് ഗ്ലാസ്. എവിടാണ് നമ്മുടെ അപ്പി? അവൻ ആരോടെങ്കിലും പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടാവും. പരസ്പര ബന്ധമില്ല? പ്രശ്നം എന്താ? വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞിറങ്ങിയ എന്നിട്ട് ന്യായം പറയുന്നു. ഇതാണ് പ്രശ്നം. നീ വരാൻ പോണ മാസം ഇതുപോലെ പ്രശ്നം ഉണ്ടായി. ഒരു മാരുതിക്കാർ 100 മൈൽ സ്പീഡിൽ അങ്ങോട്ട് പോകുന്നു. ഒരു അംബാസിഡർ 120 മൈൽ സ്പീഡിൽ ഇങ്ങോട്ട് പോകുന്നു. കംപ്ലീറ്റ് ജനങ്ങൾ തരിച്ച് നോക്കി നിൽക്കാൻ. എന്റെ പൊന്ന് ചേട്ടാ, മാരുതിക്കാർ കോട്ടയത്തേക്കും പോയി, അംബാസിഡർ എറണാകുളത്തേക്കും പോയി. അല്ല, എറണാകുളത്ത് ഇപ്പൊ സ്ഥലത്തിന് എന്ത് വിലന്ന് വിചാരിച്ച്? പണ്ട് 5000 രൂപ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 2 ലക്ഷം രൂപ കൊടുക്കണം. അല്ല, രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ വിദേശ നാണ്യത്തിന് ഡിമാൻഡായി. ജീവിക്കണി നമ്മൾ വിദേശത്ത് തന്നെ ജീവിക്കണം. എന്റെ പൊന്ന് ചേട്ടാ, അവിടുത്തെ കുട്ടികളോട് ഇംഗ്ലീഷിൽ സംസാരിക്കണത്. ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ട്? 26. മലയാളത്തിലോ? 56. അപ്പൊ 56 26 പോയാ 30 എന്ന് പറയുമ്പോ ഒരു മാസത്തിൽ 30 ദിവസം. അപ്പൊ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസം. അങ്ങനെ ആകുമ്പോ ഒരു വർഷത്തിൽ 365 ദിവസം. സംഭവം ആകെ കുഴയും. ഒന്ന് നിർത്തോ. എന്താ പ്രശ്നം? പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് സംസാരിച്ചിട്ട് ഇപ്പൊ എന്താ പ്രശ്നമൊന്നോ? എന്ത് ബന്ധമാണ് ചേട്ടൻ പറയണത്? എന്റെ പൊന്നു ചേട്ടൻ, ബന്ധത്തിനൊക്കെ എന്താ അർത്ഥമുള്ളത്? ഈ ബന്ധം സ്വന്തം എന്നൊക്കെ പറഞ്ഞ മിഥ്യല്ലേ? എനിക്കുണ്ട് കുറെ ബന്ധുക്കാർ കോതമംഗലത്ത്. എന്റെ ഒരു അമ്മാവനാണ് മിലിറ്ററിക്കാരനാ. മിലിറ്ററിക്കാരുടെ പവറാണ് പവർ. എന്റെ പൊന്നു നീ പോന്നാ? ഞാൻ കുറച്ചും പോന്നല്ലോടാ. അപ്പിക്കോട്ടെ, എന്താണ് പ്രശ്നം? ഒരു ചെറിയ പ്രശ്നം സോൾവ് ആക്കാൻ നോക്കിയതാ, വലിയ പ്രശ്നമായി. നീ പോന്നു? എടാ, ഇപ്പൊ വന്നേ ഉള്ളൂ. നീ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടല്ലേ? ഉമാരി ഇടിച്ചെന്റെ കൂമ്പ് കളിക്കാൻ. അതെ, ഇടി എന്ന് പറഞ്ഞല്ലോ, സൂപ്പർ ഇടി. മോഹൻലാലിന്റെ പോലെ സൂപ്പർ. അല്ല, സൂപ്പർമാൻ മരിച്ചറിഞ്ഞാ? നിർത്തടാ, അല്ലെങ്കിൽ അടുത്ത അടി കിടക്കും. എടാ അപ്പി, പണക്കാരനായ എന്റെ വരവ് പ്രമാണിച്ച് ഓണോ ക്രിസ്മസ് ഈസ്റ്റർ വരെ നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കും. ഡിയർ ഫ്രണ്ട്സ്, ഈ സന്തോഷവേളയിൽ ഞാൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള വാക്ക് പാലിക്കുകയാണ്. ഇതാ നിന്റെ വിസ. ഒരാഴ്ചക്കകം നീ ഗൾഫിലേക്ക് പറഞ്ഞു. അവിടെ എന്ത് പണി? എനിക്ക് ഇവിടെ എന്ത് പണിയാ നിനക്ക്? കാർപെന്റർ. അവിടെ കാർ പെയിന്റർ. രണ്ടും തമ്മിൽ നല്ല ചേർച്ചയാ.
പിന്നെ നീയും എന്നെ പോലെ വലിയ കോടീശ്വരനാവുമ്പോ ഈ പാവം പിള്ളേരെയും കൈ പിടിച്ചു ഉയർത്തി എന്നെയും ചവിട്ടി മെതിക്കരുത്. ഒരിക്കലില്ലടാ. ആ ഞാൻ ഗൾഫിൽ പോയി വലിയൊരു കോടീശ്വരനായി തിരിച്ചു വരുന്നു. നീ ഇവിടെ ബിസിനസ് ഒക്കെ ചെയ്ത് പൊളിഞ്ഞ് കുത്തുപാളെടുത്ത് വലിയൊരു പിച്ചക്കാരനാകുന്നു. ഡേയ്, അങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിക്കുക. ഈ പിച്ചക്കാരൻ ഒരു തെരുവിലൂടെ പിച്ചയെടുത്ത് നടക്കുന്നത് ഫോറിൻ കാറിൽ വരുന്ന ഞാൻ ഈ ഗൾഫുകാരൻ കാണുന്നു. വേണമെങ്കിൽ എനിക്ക് നിന്നെ കണ്ട ഭാവം നടിക്കാതെ പോവാം. പക്ഷെ ഞാൻ വണ്ടി നിർത്തും. എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഒരു 100-ന്റെ നോട്ടെടുത്ത് ദാ നിന്റെ പിച്ചപാത്രത്തിൽ ഇട്ട് തരും. ആര് ചെയ്യണം അങ്ങനെയൊക്കെ? അതാണ് ഈ അപ്പിക്കുട്ടൻ. ഡാ, എന്റെ കൂളിംഗ് ഗ്ലാസ് എടാ വെറുതെ ആണോടാ നീ നന്നാവാത്തത്? നന്നാവണമെങ്കിലേ ബൂസ്റ്റ് കഴിക്കണം. ബൂസ്റ്റ് ഈസ് ദ സെക്രട്ടേറിയറ്റ് ഓഫ് മൈ എനർജി എന്ന് ടി വി പരസ്യത്തിൽ കണ്ടിട്ടില്ലേ? ടി വി ഓൺ ചെയ്താൽ ഇപ്പൊ പരസ്യം മാത്രമേ ഉള്ളൂ. ടി വിക്കൊക്കെ ഇപ്പൊ എന്താ വില? അല്ല, പ്രോഡക്റ്റ് ചെലവാണെങ്കിൽ പരസ്യം വേണം. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? ഏത് മതിലേലും നോക്കിയാലും പരസ്യം പതിക്കരുത്, പരസ്യം പതിക്കരുത് എഴുതി വെച്ചിരിക്കുകയും ചെയ്യും. ഡാ, ഞാൻ അടിച്ചു നിനക്ക് ഫീൽ ചെയ്തോ? ഞാൻ നിങ്ങളുടെ പഴയ രായപ്പനല്ലേടാ. ഒരിക്കൽ പട്ടാപ്പാതിരയ്ക്ക് കള്ള വണ്ടി കയറി നാട് വിട്ടവനാ ഞാൻ. അല്ല, നാട്ടിൽ നിന്ന് ഓടിച്ചത് തന്നെ. ഒത്തിരി അനുഭവിച്ചു, ഒരുപാടുണ്ടാക്കി, സർവ്വതും നേടി. നന്ദിയും കടപ്പാടുമെല്ലാം ഒരാളോട് മാത്രം, കേശവനോട്. ഹെഡ് കോൺസ്റ്റബിൾ കരടി കേശവൻ. അയാളിപ്പോ ഹെഡ് കോൺസ്റ്റബിൾ അല്ല, എസ് ഐ. എസ് ഐയോ? അതെ, റിട്ടയർ ചെയ്യാൻ 1 വർഷമുള്ളൂ. അപ്പോഴാ പ്രൊമോഷൻ കിട്ടിയത്. ഗുഡ്. അയാൾ ഉയരട്ടെ, ആകാശം മുട്ട വളരട്ടെ. എങ്കിലേ ഒപ്പത്തിനൊപ്പം നിന്നുള്ള എന്റെ പ്രതികാരത്തിന് ഒരു സ്കോപ്പുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, അന്ന് രാജാവിന്റെ മകൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ അയാൾ എന്നെ തൂക്കിയെടുത്തോണ്ട് പോയത്? അയാളുടെ മോൾ അഞ്ജുവിന് ഒരു ചെറിയ പ്രേമലേഖനം കൊടുത്തതിന് കിട്ടിയ ശിക്ഷ. ആ ഇടിയുടെ വേദന ഇപ്പോഴും മുതുകിലുണ്ടടാ. ആ വേദന മാറണമെങ്കിൽ എന്റെ പ്രേമ നിഷ്കരണം തള്ളിക്കളഞ്ഞ അയാളുടെ മകൾ അഞ്ജുവിനെ എനിക്ക് കെട്ടണം. കല്യാണം കഴിച്ച അയാളുടെ മകളെ ജീവിതകാലം മുഴുവൻ പോറ്റുന്നതാണോ നിന്റെ പ്രതികാരം? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഈ രായപ്പൻ തിരിച്ചു വന്നത് തന്നെ അതിനു വേണ്ടിയാ. അപ്പൊ മണിയോ? മണി ഒരു പ്രശ്നമേ അല്ല, ഇഷ്ടം പോലെ വരെ അറിയാം. ഇത് ആ മണിയല്ല, മണികണ്ഠൻ, അവളുടെ മുറച്ചെറുക്കൻ. ശരിയാ, അവളെ മാത്രമേ കെട്ടൂന്ന് 1000 വട്ടം കുന്നുകുഴി കവലെ വെച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചവനവൻ. അതൊന്നും ഒരു തടസ്സമില്ല. ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാലേ അവനെ കൊണ്ട് കെട്ടിക്കുമെന്ന് കരടി കേശവന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടക്കില്ല. നിങ്ങൾ ധൈര്യമായിട്ട് എന്റെ കല്യാണം പ്രൊസീഡ് ചെയ്തു.